Hi, hello, good evening, everyone. This is Archana here, and Sthalam Thrissur. By profession, I am a lawyer, but right now I am into counseling as well as a motivational speaker ആവാനുള്ള എൻ്റെ ഒരു യാത്രയിലാണ് ഞാൻ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ട്രെയിനേഴ്സ് ടോക്കിലാണ്. ഈ വിംബിൾ അക്കാഡമി നടത്തുന്ന ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന കോഴ്സിലെ 19th ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. നമ്മളുടെ ഈ ട്രെയിനേഴ്സ് ടോക്ക് എന്ന് പറയുന്നത് ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു ഇടമാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ടോക്ക് ഈ ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ ഉള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളിലെ ഒരു പ്രചോദനമാവണം, ഒരു മോട്ടിവേഷൻ ആവണം, അവരെ ട്രാൻസ്ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ വളരെയധികം ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്കൊക്കെ സംസാരിക്കാൻ അറിയുമെങ്കിൽ പോലും എങ്ങനെയാണ് നന്നായി സംസാരിക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത് സംസാരം എന്നുള്ളത്. 1-to-1 സംസാരം പോലെയല്ല ഒരു ക്രൗഡിനെ അഭിമുഖീകരിക്കുമ്പോൾ. അപ്പൊ അവിടെ സംസാരിക്കുമ്പോൾ അതിന്റെ കുറെ രീതികളും ഒക്കെ ഉണ്ട്. നമുക്ക് കുറെ ടെൻഷനും ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇടം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വന്നുവിടുന്നത്. ഈ ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള ഈ പ്രോഗ്രാം 2 months കംപ്ലീറ്റ് ചെയ്തതോടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലുള്ള പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിന് ഒരു മാറ്റം വന്നു. കുറച്ചും കൂടി എനിക്കൊരു കോൺഫിഡൻസ് അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും എന്നിലേക്ക് വന്നു. സോ ഏതൊരു വ്യക്തിക്കും അത്തരത്തിൽ മടിച്ചു നിൽക്കുന്ന ആളുകളെ അഭിമുഖീകരിക്കുന്ന എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെ തുടങ്ങണം, എങ്ങനെ അത് നമ്മുടെ ആശയങ്ങൾ മറ്റൊരാളിലേക്ക് കറക്റ്റായി എത്തിക്കണം എന്ന് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഏതൊരു ആൾക്കും വളരെ ഈസിയായി കോൺഫിഡൻസോടുകൂടി സക്സസ്ഫുള്ളി ആ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ടാണ് എനിക്ക് ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള ഈ പ്രോഗ്രാം തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന ട്രെയിനേഴ്സ് ടോക്കിൽ നമുക്ക് വന്നിട്ടുള്ള അതിഥി എന്ന് പറയുന്നത് മിസ്റ്റർ സാഹിർ മുഹമ്മദ് സാറാണ്. ഈസ് ദി സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനർ ആണ് സാറ്. അപ്പോൾ സാർ എടുക്കുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ടു സക്സസ് ബിസിനസ് എന്നുള്ളതാണ്. സോ ബിസിനസ് മേഖലയിലുള്ള ആളുകൾക്ക് നല്ല ഒരു വഴികാട്ടിയും പ്രചോദനമായിരിക്കും സാറിന്റെ ക്ലാസ്. സോ സാറിന്റെ ക്ലാസ്സിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. നൗ ഓവർ ടു സാഹിർ മുഹമ്മദ് സർ. വെൽക്കം സർ. Okay, thank you. Hello everyone. എല്ലാവരും ഹാപ്പി അല്ലേ? ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നെന്ന് കരുതുന്നു. എല്ലാവരും പരമാവധി വീഡിയോയിൽ വന്നാൽ വളരെ നല്ലത്. ഓക്കെ, എൻ്റെ പേര് സാഹിർ മുഹമ്മദ്. ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ വിംബിൾ അക്കാഡമിയുടെ 19th ബാച്ച് സ്റ്റുഡൻറ് കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മളൊരു ബിസിനസ്സുകാരനാവണം അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, ഇപ്പൊ കിട്ടുന്ന പോലെ എനിക്ക് സാലറി കിട്ടി ഇങ്ങനെ ജോലി ചെയ്ത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്താൽ മതി എന്നാണോ എല്ലാവരും ആഗ്രഹിക്കുന്നത്? ഒരു ബിസിനസ്സുകാരനാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ബിസിനസ്സുകാരനൊന്നും ആവണ്ട, അല്ലെങ്കിൽ എനിക്കൊരു ഓൺടർപ്രണർ ഒന്നും ആവണ്ട, എനിക്ക് ആരെങ്കിലും കീഴിൽ ഇങ്ങനെ ജോലി ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ? ഓക്കെ, നമ്മള് സത്യത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം പലരും നമ്മൾ കേട്ടിട്ടുണ്ടാവും ബിസിനസ്സിന് ഒരു പ്ലാൻ ആവശ്യമാണ്. എന്തിനാണ് പ്ലാൻ? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്തിനാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തിനായിരിക്കും ഒരു പ്ലാൻ? എന്തിനായിരിക്കും? ഭാവിനി മേഡം, ആരെങ്കിലും ഒരാള്? ഗുഡ് ഈവനിങ്. ബിസിനസ് പ്ലാൻ നമ്മൾ എന്താണ് ആ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഓക്കെ, ഗുഡ്. ഇനി ആരെങ്കിലും ഒരാള്? റിയാസ്. Plan is a navigation. It's the real blueprint. It's a real navigation through which one can move. And that is a real goal, business goal. And everything has been confined. That is called the real navigation. Okay, good.
ഓക്കെ, അത് തന്നെയാണ് ബിസിനസ് പ്ലാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും. എന്തിനാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത്? നമുക്ക് പോകേണ്ട ദൂരം അതിനകത്ത് നമ്മൾ നോക്കും. എത്ര ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്, അതിൽ നമുക്ക് എന്തൊക്കെ അതിന് ഇടയിലുള്ള ഫ്യൂൽ സ്റ്റേഷൻ, റെസ്റ്റ് റൂം എവിടെയൊക്കെ ഉണ്ടാവും, ഏതൊക്കെ വഴികൾ ഉണ്ടാവും എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലെ പ്ലാനിങ്ങിന് ഏറ്റവും ആവശ്യകത എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലാണ്. നമുക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് കൃത്യമായിട്ട് അതിനൊരു ബ്ലൂ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ വളരാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കറിയാം ധീരുഭായ് അംബാനി കുടുംബത്തെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയില്ല അംബാനി കുടുംബത്തെ, ആർക്കും അറിയാത്തുണ്ടാവും. ചെറിയ കുട്ടികളോട് പോലും നമ്മൾ അംബാനി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആരാണ് അംബാനി എന്ന്. ധീരുഭായ് അംബാനി 17ാമത്തെ വയസ്സിൽ യമനിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അവിടുന്ന് ജോലി ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് മെമ്മറിയിൽ വന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യണം, എനിക്കൊരു ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആവണം, എനിക്ക് ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാവണം എന്ന് ധീരുഭായ് അംബാനി 17ാം വയസ്സിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നാണ്. അന്ന് ചിന്തിച്ചതിന്റെ ഫലമാണ് പിന്നീട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇന്ന് കാണുന്ന ശതകോടീശ്വരന്മാരിൽ അംബാനി എന്ന് പറയുന്ന ഒരു പേരിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ സ്റ്റെപ്പുകൾ നോക്കാം പ്ലാനിങ്ങിന്. നമുക്ക് ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അതൊരു സിമ്പിൾ സ്റ്റെപ്പ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് ക്ലിയർ ഒരു വിഷൻ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ബിസിനസ് ഐഡിയ എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പലർക്കും അറിയാം ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയായിരിക്കും, പക്ഷെ ചിലർക്ക് അറിയില്ല. എനിക്കൊരു ബിസിനസ് ഓണ്ടർപ്രണർ ആവണം, എനിക്കൊരു ബിസിനസ് മാൻ ആവണം, പക്ഷെ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ബിസിനസ് എന്ന് പറയുന്നത് 2 തരമാണ്. ഒന്ന് ഉൽപ്പന്നം, 2 സർവീസ് ആണ്. 1 ഉൽപ്പന്നം, 2 സർവീസ്. ഇതിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? അതാണ് ഫസ്റ്റ് നമുക്ക് ഉണ്ടാവേണ്ടത് ബിസിനസ് ഐഡിയ. ഇതിൽ ഞാൻ എന്ത് ചൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് ആണോ ചൂസ് ചെയ്യേണ്ടത്, അല്ല ഒരു സർവീസ് ആണോ ചൂസ് ചെയ്യേണ്ടത്? ഒരു ഐഡിയയും ഇല്ലാത്തവർ ആദ്യം എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് അതായിരിക്കണം. സെക്കൻഡ് വൺ ടാർഗറ്റ് മാർക്കറ്റ് ആണ്. അഥവാ ആരാണ് എൻ്റെ ടാർഗറ്റ്? ആരായിരിക്കണം എൻ്റെ ടാർഗറ്റ്? ആരായിരിക്കണം അത് വെറും നമ്മൾ ജസ്റ്റ് ടാർഗറ്റ്, ഓക്കെ ജനങ്ങളാണ് ടാർഗറ്റ്, അതാണോ ടാർഗറ്റ്? അതാണോ ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്? അല്ല. ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പ്രായം, ജെൻഡർ, അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സ്ഥലം, ഇതൊക്കെ ടാർഗറ്റ് ആണ് അല്ലെ? എല്ലാം ടാർഗറ്റ് ആണ്. കാരണം നമ്മൾ ഒരു ജെൻഡറിന് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്കറിയാം ചില ഐറ്റംസ്, ഇപ്പം ന്യൂ ബോൺ ബേബിയുടെ ഐറ്റംസ് ഇപ്പൊ എന്തായാലും വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അവരുടെ ടാർഗറ്റ് ആരാണ്? പുതിയതായിട്ടുള്ള അമ്മമാര്, അച്ഛന്മാർ അല്ലെ? അതാണ്. കാരണം എന്തുകൊണ്ടാണ്? ന്യൂ ബോൺ ബേബിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് അവിടെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാലും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് അത് ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ സർവീസ് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഇപ്പൊ നിതീഷ് സാർ ഇപ്പൊ ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെയാണ്, ഒരു വണ്ടി സർവീസ് ആണ്. അപ്പൊ ആൾ ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? സ്കൂൾ സ്റ്റുഡൻസിനെ ആയിരിക്കോ? ഒരിക്കലും ഇല്ല. അവരുദ്ദേശിക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ, വണ്ടിയുള്ള ആളുകളെയാണ് അവരെ ടാർഗറ്റ്. അതാണ് പറഞ്ഞത്, നമുക്ക് ടാർഗറ്റ് ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അറിഞ്ഞിരിക്കേണ്ടത്. ആരാണ് എൻ്റെ ടാർഗറ്റ് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി തേർഡ് വൺ മാർക്കറ്റ് നീഡാണ്. എന്ത് പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കുന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇനി എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, അതിന് ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറ, നമുക്കത് ചർച്ച ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് പറ, ആരെങ്കിലും ഒരാള്. സോപ്പ്. ഓക്കെ, സോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ അഴുക്ക് കളയണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു സ്മെല്ല് ഉണ്ടാവണം അല്ലെ? ഒരു പ്രശ്നം. നമ്മളിപ്പം വേർത്ത് കുളിച്ച് ഒരു സ്മെല്ലൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പ്രേ എടുത്ത് അടിക്കൂലല്ലോ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നേരെ ഒന്ന് ഫ്രഷ് ആയി വരാൻ ഒന്ന് കുളിക്കും അല്ലെ? കുളിച്ചിട്ട് ഒന്ന് ശരീരമൊക്കെ ഒന്ന് നല്ലൊരു സ്മെല്ല് വരും. അതൊരു പ്രശ്നമാണ്. ഏതൊരു സർവീസും അങ്ങനെ തന്നെയാണ്. എന്തും ഒരു സർവീസ് ആണെങ്കിലും
ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം, ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വന്നത് എപ്പോഴാണ്? ഇപ്പൊ നമ്മൾ അർച്ചന മാമിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അർച്ചന മാം ഒരു അണുകുടുംബാണ്. പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടി നമ്മളൊരു പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ആളുടെ വീട്ടിലേക്ക് പോവാണ്. എന്തായാലും ഫുഡ് തരണം അല്ലെ, ഒരു മര്യാദയാണല്ലോ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിഗ്ഗി സൊമാറ്റോ അല്ലെ. ആരും അറിയില്ല, നമ്മൾ ഓർഡർ ചെയ്യുക, ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുക, ആള് നമ്മളെ പടിവാതിക്കൽ കൊണ്ടെത്തിക്കും അല്ലെ. അവരെന്താണ് ചെയ്തത്? ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാവിലെ ഭർത്താവും ഭാര്യയും രണ്ടും ജോലിക്ക് പോകുന്നവരാവാം, രാവിലെ തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കണം എന്നില്ല. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച്, അവരുടെ വീട്ടിൽ മക്കൾ ഉണ്ടാവും, പാരന്റ്സ് ഉണ്ടാവും, അവർക്ക് വേണ്ടി ലഞ്ച് പ്രിപ്പയർ ചെയ്ത് പോകാൻ സമയം കിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള മെട്രോ സിറ്റികളിലൂടെയാണ് ആദ്യം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഊബർ. അങ്ങനെ ഏത് നിങ്ങൾ എടുത്തോ, ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്റെ സർവീസ് ഞാൻ എന്ത് പ്രശ്നത്തെയാണ് ഞാൻ പരിഹരിക്കുന്നത് എന്ന് നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ കാണും. എന്ത് പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കുന്നു? ആ പ്രശ്നം പരിഹരിക്കുന്ന മാത്രമല്ല, അത് ഇന്ന് ആ മാർക്കറ്റിൽ നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിൽ ആ പ്രശ്നത്തെ ശരിക്കും ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് പറ്റുന്നുണ്ടോ എന്നും കൂടി വരണം. കാരണം എല്ലാ പ്രൊഡക്റ്റും നമ്മൾ സ്വയം ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് ഇന്ന പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് അത് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ അത് ജെന്യുവിൻ ആണോ ആ ഒരു പ്രശ്നം എന്ന് നമ്മൾ പഠിക്കണം. അതാണ് മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാർക്കറ്റ് പ്ലാൻ ആണ്. മാർക്കറ്റിംഗ് പ്ലാൻ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ മാർക്കറ്റ് പ്ലാൻ വളരെ വിപുലമായിട്ട് പല രീതിയിൽ മാർക്കറ്റ് പ്ലാനുകൾ നടക്കുന്നുണ്ട്. മാർക്കറ്റ് പ്ലാൻ നമുക്ക് കസ്റ്റമേഴ്സിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് പ്ലാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഒരു മാർക്കറ്റ് പ്ലാൻ കസ്റ്റമേഴ്സിനെ മാർക്കറ്റിംഗ് അല്ലേ ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിംഗ്. അതെ മാർക്കറ്റിംഗ്. കസ്റ്റമേഴ്സിനെ നമ്മൾ എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അഡ്വർടൈസ് ചെയ്യുന്നു. ഓക്കെ, വലിയ ഹോർഡിങ്ങുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഹോർഡിങ്സ് വെച്ചിട്ട് വലിയ. വെരി ഗുഡ്. ഓക്കെ, അതന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതുപോലെ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ പലപ്പോഴും ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം, അവർ ഹോട്ടലിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് പോയിട്ട് അവരെന്താണോ പറയുന്നത് അതാണ് അവരെ ഫോളോ ചെയ്യുന്ന 10 ലക്ഷത്തിൽ 1% ആളുകളെങ്കിലും ആ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹോട്ടലുകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എന്തെങ്കിലും ഒരു ഫുഡിന്റെ സംഭവം പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ലൊക്കേഷൻ ആണെങ്കിൽ പോവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പോവാത്തവരായിട്ടുണ്ടോ? ഇന്നടുത്ത് നല്ല ഫുഡ് കിട്ടും എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞതിന്റെ പേരിൽ, കാരണം അയാളെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അയാൾ പറഞ്ഞതിന്റെ പേരിൽ. പണ്ട് കാലത്തെ മൗത്ത് പബ്ലിസിറ്റി ആണ്, ഇപ്പോഴും മൗത്ത് പബ്ലിസിറ്റി ഉണ്ട്, എന്നാലും ഇപ്പോ മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കൊണ്ട് സംസാരിപ്പിക്കുക. ഒരിക്കലും അവർ ഉപയോഗിച്ച പ്രൊഡക്റ്റ് പോലും ആയിരിക്കില്ല, 100% അവർ ഉപയോഗിച്ചൊരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല അവരൊരിക്കലും സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല, അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചാൽ ആദ്യം നിങ്ങളത് ഉപയോഗിക്കുന്നു, പക്ഷെ എന്നാലും അതിനകത്ത് ഓൾമോസ്റ്റ് വരുന്ന കമന്റ്സിൽ പറയും ഓക്കെ ഞാൻ ട്രൈ ചെയ്തു, അടിപൊളിയാണ്. എന്തുകൊണ്ടാണ്? ആ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ എത്രമാത്രം അവരിൽ അഡിക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അതിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതാണ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അഥവാ USP. ഇത് മെയിൻ പോയിന്റ്സ് ആണ് നമ്മുടെ ബിസിനസ്സിനകത്ത്. എന്താണ് USP? എന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ എന്റെ സർവീസ്, എന്റെ പ്രൊഡക്റ്റ് മറ്റുള്ളവയിൽ നിന്നും എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്ന്. ഇപ്പൊ എന്റെ പ്രൊഡക്റ്റ് എന്താണ്? ഞാൻ ഒരു പെർഫ്യൂം ആണ് ചെയ്യുന്നത്. എന്റെ പെർഫ്യൂം മറ്റുള്ള ഒരു പെർഫ്യൂമിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത്? X or Y. ആ പെർഫ്യൂമിൽ നിന്ന് എന്റെ പെർഫ്യൂം എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഞാൻ എന്റെ അഡ്വർടൈസ്മെന്റിൽ എന്റെ ബ്രാൻഡിങ്ങിൽ അത് കൊണ്ടുവരണം. ഞാൻ അതിനകത്ത് പറയുന്നത് 24 hours ലാസ്റ്റ് ആണ് എന്റെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് ചൂസ് ചെയ്യും അല്ലെ. കാരണം ഒരു പെർഫ്യൂമിനും 24 hours കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് പല ന്യൂസുകളും വരുന്നത്, പല അഡ്വർടൈസ്മെന്റ് വരുന്നത്. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് 24 hours ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ 50 ml എല്ലാ പെർഫ്യൂമും ഒരു 1000 ആണ് അതിന്റെ സ്പ്രേ എങ്കിൽ നമ്മുടെ പെർഫ്യൂം ഒരു 1500 ആണ് എന്ന് പറയാം.
അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ നാച്ചുറൽ ഫ്രീ എന്നൊക്കെ എഴുതി കാണും അല്ലെ? നാച്ചുറൽ ഫ്രീ അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ. നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും. കെമിക്കൽ ഫ്രീ ആണ് അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ധൈര്യമായിട്ട് എടുക്കാം. നമ്മൾ കാണാറില്ല പല സ്ഥലങ്ങളിലും. അതിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ആണ്. അതാണ് USP എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ എങ്ങനെ വ്യത്യസ്തമാക്കുന്നു. ഒരു സർവീസ് തുടങ്ങാണ്. ഇപ്പോ ഒരാൾ സർവീസ് തുടങ്ങി, ഒരു AC മെക്കാനിക്ക്, അദ്ദേഹം സർവീസ് തുടങ്ങുകയാണ്. അപ്പൊ അദ്ദേഹം സർവീസ് തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, ഞങ്ങളെ ടോൾ ഫ്രീ നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ടെക്നീഷ്യൻ അവിടെ എത്തിയിരിക്കും. ഇനി ഇൻ കേസ് 15 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റ് വൈകിയാൽ ആ സർവീസിന്റെ മുഴുവൻ കോസ്റ്റും നമ്മൾ വഹിച്ചോളാം. സ്വാഭാവികമായിട്ടും നമ്മൾ അത് ട്രൈ ചെയ്യും. അർച്ചന ട്രൈ ചെയ്യില്ലേ? ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. ഇൻ കേസ് ഒരു 15 മിനിറ്റ് വൈകി വന്നാൽ, അല്ലെ, ഒരു മിനിറ്റ് 16 മിനിറ്റ് ആയാൽ പോലും അവർ പറഞ്ഞ രീതിയിൽ, അവർ പറഞ്ഞ USP കാലത്ത് നമുക്ക് എന്താക്കാം, അവരോട് പറയാം, എന്താണ്, നിങ്ങൾ 1 മിനിറ്റ് ലേറ്റ് ആണ് അല്ലെ. സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന USP-യിലാണ് കസ്റ്റമേഴ്സ് അതിൽ ആകർഷകരാവല്. നമ്മൾ എന്താണോ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മൾ ഏത് സർവീസിലായാലും ഏത് ബ്രാൻഡിനായാലും USP ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നിങ്ങൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാവും, പല അഡ്വർടൈസ്മെന്റ് ഒരേ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഒരു ചില്ലി പൗഡർ ആണെങ്കിൽ ചില്ലി പൗഡർ പല ബ്രാൻഡുകൾ ഉണ്ടാവും. ആ പല ബ്രാൻഡുകളിലെ ചില്ലി പൗഡറുകളും പല ആക്ടേഴ്സ് ആയിരിക്കും അഭിനയിക്കുന്നത്. അവർ പറയുന്നത് 10 ബ്രാൻഡുകളാണെങ്കിൽ 10നും 10 തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയാം അല്ലെ. ഇത് തനതായ രീതിയിൽ പൊടിച്ച് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിലിരിക്കുന്ന അമ്മമാര് അവരാണ് ടാർഗറ്റ്. അവർ അതിനകത്ത് പെട്ടെന്ന് ശരിയാണ്, തനതായ രീതിയിൽ പൊടിച്ചു. എന്നാൽ മറ്റേതിൽ പറയും നമ്മൾ ഒരു കെമിക്കലും കൂട്ടാതെ, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മുടെ USP അവിടെ വർക്കൗട്ട് ആവുന്നത്. അടുത്തതാണ് റവന്യൂ മോഡൽ എന്നുള്ളത്. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ അതിനെ സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ നമ്മൾ അതിന് ഇൻകം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രൊഡക്റ്റ് ആണെങ്കിൽ യൂണിറ്റ് പ്രൈസ് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. യൂണിറ്റ് പ്രൈസ്, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും? യൂണിറ്റ് പ്രൈസ് കൊടുക്കാം. പിന്നെ ഒരു പ്രൊഡക്റ്റിന് യൂണിറ്റ് പ്രൈസ് കൊടുക്കാം. പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റും? എങ്ങനെ? കേട്ടില്ല. ബൾക്ക് പ്രൈസ് ആണോ ഉദ്ദേശിച്ചത്? ബൾക്ക് പ്രൈസ് കൊടുക്കാം. അതുപോലെ തന്നെ കിലോ വെച്ച് കൊടുക്കാം അല്ലെ. 500 ഗ്രാം അല്ലെങ്കിൽ 1 kg അല്ലെങ്കിൽ 100 ഗ്രാം എന്ന രീതിയിൽ പ്രൊഡക്റ്റിന് നമുക്ക് പല രീതിയിലും കൊടുക്കാം. അല്ലെങ്കിൽ ഡസൻ, ഹാഫ് ഡസൻ അല്ലെങ്കിൽ 1 ഡസൻ എന്ന രൂപത്തിൽ നമുക്ക് യൂണിറ്റ് പ്രൈസ് കൊടുക്കാം. ഇനി സർവീസ് ആണെങ്കിലോ സർവീസ് ഫീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മളൊരു സർവീസ് ആണ്, ഇപ്പൊ ഒരു വണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ സർവീസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? ഒരു വണ്ടി സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം എമൗണ്ട് 200 ആണ്. പിന്നെ പെർ കോസ്റ്റ് അതിന്റെ ഓരോ പാർട്സിനാണ്. അതുപോലെ തന്നെ നമ്മൾ AC സർവീസിന് നോർമൽ സർവീസ് ആണെങ്കിൽ പറയാറില്ല, നോർമൽ സർവീസ് ആണെങ്കിൽ ഇത്ര. ഇത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിരിക്കണം. നമ്മളൊരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമ്പോൾ അത് നമുക്കിടയിൽ ഉണ്ടാവണം, എന്താണ് നമ്മുടെ പ്രൈസ് എങ്ങനെയായിരിക്കണമെന്ന്. അല്ലാതെ പലപ്പോഴും കാണാറില്ല, ചില ആളുകൾ വന്നിട്ട് പറയാറ് എന്തെങ്കിലും തന്നാ മതി. കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ അങ്ങനെ? എന്തെങ്കിലും തന്നാ മതി. ഒരു സർവീസിന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെയിലിന് ആദ്യം ഒരു വില പറയും, പിന്നീട് ആ വില നമ്മൾ ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും തന്നാ മതി എന്ന രൂപത്തിൽ പലപ്പോഴും പറയാറില്ലേ? അത് നിങ്ങളോട് ആരും പറയാറില്ല? അങ്ങനെ പറയാറുണ്ട്. ശരിയാ. ഓക്കെ. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അതിനകത്ത് പ്രൈസ് ഒരു വാല്യൂ കാണാത്തതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് കസ്റ്റമർ ചിന്തിക്കുക എന്താണ്, ഇതിനൊരു വാല്യൂ ഇല്ല, നമ്മൾ കൊടുക്കുന്നതാണ് പ്രൈസ് അല്ലെ. പലപ്പോഴും നമ്മൾ റോഡ് സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഹിന്ദിക്കാരാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനത്രേ ഉള്ളൂ അല്ലെ, അതിനത്രേ പ്രൈസ് ഉള്ളൂ എന്ന രൂപത്തിൽ നമ്മൾ എന്താക്കും? ആ പ്രൈസിനെ അങ്ങ് ചുരുക്കി വെക്കും. അതിനത്രേ ഉണ്ടാവുള്ളൂ, അതിനത്ര മതി. സ്വാഭാവികമായിട്ടും അവർ ഈ USP ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊന്നും പഠിക്കാത്തവരായതുകൊണ്ട് അവർ ചിലപ്പോൾ അതിനകത്തേക്ക് അതങ്ങനെ പറഞ്ഞു വെക്കും. പക്ഷെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മുടെ ഒരു ബിസിനസ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ അല്ലെ. ചില ആളുകൾ പുസ്തകം തുടങ്ങും ഓൺലൈനായിട്ട്, അല്ലെങ്കിൽ കഥകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് കഥകൾ കേൾക്കാൻ ഇത്ര പൈസ അല്ലെ, ഒരു മാസത്തേക്ക് 359 അല്ലെങ്കിൽ 399 അല്ലെങ്കിൽ 6 മാസത്തേക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതൊരു ബിസിനസ് ആണ്.
അതൊരു ഈസി വേ ടു ആൾക്കാരിലേക്ക് പെട്ടെന്ന്. ഇപ്പൊ പോഡ്കാസ്റ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒന്നാണ് പോഡ്കാസ്റ്റ്. പോഡ്കാസ്റ്റ് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു യൂട്യൂബ് നോക്കിയപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോഡ്കാസ്റ്റ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ പോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ആപ്പ് ത്രൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പോഡ്കാസ്റ്റ് കൊടുക്കുക. അഥവാ അതിന് സബ്സ്ക്രിപ്ഷൻ ആണ് അതിനകത്ത് വരിക. ഒരു മാസത്തേക്ക് 399 അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 1099 എന്ന രൂപത്തിലാണ് സബ്സ്ക്രിപ്ഷൻ വരിക. അതുപോലെ തന്നെ യൂണിറ്റ് പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പലതിലും നമ്മൾ കേട്ടിട്ടുള്ള കമ്മീഷൻ, അത് ശരിക്കും യൂണിറ്റ് പ്രൈസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സർവീസിനകത്തോ പ്രൊഡക്റ്റിനകത്തോ കമ്മീഷൻ ആണ്. ചില വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടാവും. അവർക്ക് സാധനം കൊടുക്കും, അവരോട് പറയും നിങ്ങൾ ഇന്ന് ഇറക്കുന്നത് 200 ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾ ഒരു 250 ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ വിറ്റ് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 10 റുപ്പീസ് വെച്ചിട്ട് തരുമെന്ന്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. എങ്ങനെയാണ്? 200 എപ്പോഴും സെയിൽ ചെയ്യുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റുകാരൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാരനോട് നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തിട്ട് അവരോട് പറയാ, നിങ്ങൾ ഇന്ന മാസം ജൂലൈ മാസം നിങ്ങൾ 300 പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കമ്മീഷൻ ബേസ് ആയിട്ട് സാധാരണ നിങ്ങൾക്ക് തരുന്നതിനപ്പുറത്ത് ഒരു 10 രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിന്റെ മുകളിലും കിട്ടും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ ഒരു കാൽക്കുലേറ്റർ ഒക്കെ വെച്ചിട്ട് കണക്കൂട്ടി തുടങ്ങും, എത്ര കിട്ടും. യെസ്, അപ്പം ഒരു കിട്ടുന്ന അഡീഷണൽ കിട്ടുന്ന ഒരു ഇൻകം ആണ്, ഒരു പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ എന്താക്കും? അത് സ്വീകരിച്ചു തുടങ്ങും. ഇതാണ് കമ്മീഷൻ ബേസിൽ നമുക്ക് ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഉള്ളതാണ് എക്സ്പെൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. എക്സ്പെൻസ് പ്ലാനിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ എക്സ്പെൻസ് പ്ലാനിൽ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റും? ആദ്യം നോക്കുന്നത്, ഫസ്റ്റ് അയാൾ വന്ന ഉടനെ ഫസ്റ്റ് നോക്കുന്നത് എന്തായിരിക്കും എക്സ്പെൻസ് എന്ന് പറയുന്നത്? പ്രോഡക്റ്റ് ആണെങ്കിൽ എന്റെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, റെന്റ്, ഓക്കെ, ബിൽഡിംഗ് ഗുഡ് ഗുഡ് ഗുഡ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തൊരാള്. പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ഓക്കെ, വെരി ഗുഡ്. ലേബർ കോസ്റ്റ് ഉണ്ടോ? ലേബർ കോസ്റ്റ്, ഓക്കെ, വെരി ലേബർ ഗുഡ്. കോസ്റ്റ് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നല്ല ആൻസേഴ്സ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി പലപ്പോഴും കണ്ടുവരുന്നത്, നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ പാർട്ട്ണറോട് പറയും 10 ലക്ഷം ക്യാപിറ്റൽ എമൗണ്ട് കാണണം. 10 ലക്ഷം ക്യാപിറ്റൽ എമൗണ്ട് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, ഒന്നിനെ കുറിച്ചും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈ 10 ലക്ഷം ക്യാപിറ്റൽ എമൗണ്ട് ആള് കാണാൻ വേണ്ടി പറയും. അങ്ങനെ ബിസിനസ് തുടങ്ങുകയാണ്. നമുക്കൊരു ഇമാജിനേഷൻ. ബിസിനസ് തുടങ്ങി കഴിയുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽ ഇറക്കിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3 ലാക്ക് പോയി. പിന്നീടാണ് നെക്സ്റ്റ് അതിന്റെ മെഷീൻസ് ഇറക്കിയപ്പോൾ ഒരു 10 ലാക്ക് അങ്ങനെ പോയി. പിന്നെയാണ് എല്ലാ കാര്യങ്ങളിലേക്കും മാർക്കറ്റിംഗിലേക്കും മറ്റു അഡ്വർടൈസ്മെന്റിലേക്കൊക്കെ എത്തി തുടങ്ങുമ്പോഴാണ് എമൗണ്ട് മതിയാവില്ല എന്ന് തോന്നുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അനുഭവിക്കുന്നതാണ് 1 സ്ട്രെസ്, 2 സ്ട്രഗിള്. ഇത് രണ്ടും അനുഭവിക്കും. കാരണം ഈ 10 ലക്ഷം ഉണ്ടാക്കാൻ, ഇനി എത്ര വലിയൊരു പൈസക്കാരനാണെങ്കിലും ഒരു 10 ലക്ഷം ഉണ്ടാക്കാനുള്ള ഒരു പാട്, അത് കഷ്ടപ്പാട് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അയാൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? നീ പിന്നെ എന്ത് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് അല്ലെ. ഇത് പ്ലാൻ പറഞ്ഞ ഒരാളുണ്ടാവുമല്ലോ, മെയിൻ ആയിട്ട് 10 ലക്ഷം മതി എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പൊ അർച്ചന മാം എന്നോട് പറയാണ് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു 5 ലക്ഷം കൊണ്ടുവന്നാൽ മതി. അപ്പൊ 5 ലക്ഷം ഞാൻ കൊടുത്തു, ബിസിനസിന്റെ കാര്യങ്ങൾ റോ മെറ്റീരിയൽ ഒക്കെ ഇറങ്ങി തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് അർച്ചന മാം പറയാണ് 5 ലക്ഷം പോരാ, കുറച്ചും കൂടി ആവുമെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും എന്റെ പ്രതികരണം എന്തായിരിക്കും? പിന്നെ എന്തായിരുന്നു പ്ലാൻ? എങ്ങനെ, ഇതെന്താണ്, ഇനി എവിടെ ചെന്ന് നിൽക്കും? അപ്പോഴാണ് അർച്ചന മാമും ചിന്തിക്കുന്നത് സത്യത്തിൽ എവിടെ പോയി നിൽക്കും അല്ലെ. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാം ഏതൊരു സിനിമയിൽ പറയുന്നില്ലേ, ഇവിടെ കണക്കുകളൊന്നും ഇല്ല, എല്ലാം വായിൽ എഴുതി കണക്കൂട്ടുന്നതാണ്. എവിടെ കൊച്ചിനാണ് ഇപ്പൊ പറയുന്നില്ലേ, കണക്കോ, എവിടെ കണക്ക്, ഇതിനകത്ത് കണക്ക് പിള്ളേ, എല്ലാം വായിൽ എഴുതി കണക്കൂട്ടുകയാണ് അല്ലെ. അപ്പം ഇങ്ങനെ ഒരു എക്സ്പെൻസ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഒരു വിധം എന്ന് പറഞ്ഞാൽ 99% നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് എത്ര ചെലവ് വരും,
നമുക്ക് മെഷീനറിക്ക് എത്ര ചെലവ് വരും? നമ്മൾ ആദ്യം തന്നെ അതിന്റെ ലിസ്റ്റ് എടുക്കുക. എന്തൊക്കെ മെഷീനറീസ് ആവശ്യമുണ്ട്? യെസ്, മെഷീനറി ഇന്നതൊക്കെ ആവശ്യമുണ്ട്. അതിന് 10 ലക്ഷം രൂപ വരും. അത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തുക വരും? അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര തുക വരും? അത് ഫിറ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, ഫിറ്റ് ചെയ്താൽ പൈസ കൊടുക്കണ്ടേ? അതിന് അഡീഷണൽ ചാർജ് കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ അവരെ ഫുഡ്, ഇതൊന്നും നമ്മൾ കാണാറില്ല പലപ്പോഴും. നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ചെയ്തിട്ട് യൂട്യൂബ്, ഗൂഗിൾ നോക്കിയിട്ട് പെട്ടെന്ന് കാണുന്ന ഒന്നായിരിക്കും നമ്മുടെ കണക്ക് എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ മെഷീനിന്, കോയമ്പത്തൂരിൽ മെഷീന് 5 ലക്ഷം രൂപക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ആളോട് പറഞ്ഞു, പാർട്ട്ണറോട് പറഞ്ഞു, അല്ലെങ്കിൽ സ്വയം നമ്മൾ തീരുമാനിക്കാണ് 5 ലക്ഷം ഉണ്ടെങ്കിൽ മെഷീൻ കിട്ടും. റോ മെറ്റീരിയൽസ് എല്ലാം കൂടി ഒരു 5-6 ലക്ഷം അല്ലെ? ഈ 5-6 ലക്ഷത്തിൽ ഒരിക്കലും അത് നിൽക്കാൻ പറ്റൂല. കാരണം ഒരു മെഷീൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ മെഷീനിന് നമ്മൾ സർവീസ് ചെയ്യേണ്ടി വരും, അത് ഫിറ്റ് ചെയ്യേണ്ടി വരും, അത് ഇവിടെ എത്തിക്കേണ്ടി വരും, അതിന് ലോഡിങ്, അൺലോഡിങ്, ഇതൊക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ കണക്കൂട്ടണം. ഇത് കൃത്യമായിട്ട് നമ്മൾ കണക്കൂട്ടിയാൽ മാത്രമേ എത്രയാണ് എക്സ്പെൻസ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വീണ്ടും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പണം ഉണ്ടാക്കാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ തുടങ്ങും, സ്ട്രെസ് തുടങ്ങും. പിന്നീട് അതിനകത്തേക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. അങ്ങനെ തന്നെയല്ല, നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ബിസിനസിന്റെ നമ്മൾ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റിൽ നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ച ബിസിനസ് ആയിരിക്കും പിന്നീട് ഇങ്ങനെ നീണ്ടു പോകും. ചില ആള് പറയാറില്ല, നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് എക്സ്പെൻസ് വന്നത് എന്ന് പറയാറില്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊരു എക്സ്പെൻസ് പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാം ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അത് ഏത് കാര്യത്തിലായാലും ഒരു ഇറക്കം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും, ചെറിയൊരു വേരിയേഷൻ. അതല്ലാതെ ഒരിക്കലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ഒരു ദൂരമൊന്നും എന്തായാലും എക്സ്പെൻസ് പ്ലാൻ തയ്യാറാക്കിയ ഒരാളെ സംബന്ധിച്ച് ഉണ്ടാവില്ല. അടുത്തതാണ് ഓപ്പറേഷൻസ് പ്ലാൻ. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഓപ്പറേഷൻസ് പ്ലാൻ. നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വീട്ടിൽ നിന്നാണോ, അല്ല നമ്മളൊരു ഓഫീസ് ഇടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഷോപ്പായിട്ടാണോ? നമ്മൾ കാണാറില്ലേ ഈ വീട്ടിലെ ഊണൊക്കെ കാണാറില്ലേ? അത് ട്രെൻഡിങ് ആയിട്ട് ഫസ്റ്റ് തുടങ്ങിയത് എങ്ങനെയാണ്? വീടിന്റെ സൈഡിലൊക്കെയാണ് തുടങ്ങിയിട്ടുണ്ടായത് അല്ലെ? ഒരു വീടിന്റെ സൈഡിലൊക്കെ ഒരു ചെറിയൊരു ഷീറ്റ് ഒക്കെ വലിച്ചിട്ടിട്ടാണ് തുടങ്ങിയത്. സത്യത്തിൽ അതിനകത്ത് എക്സ്പെൻസ് എന്ന് പറയുന്നത് അവർ ആ ഷീറ്റ് ഇട്ട എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ, റെന്റ് ഒന്നും കൊടുക്കേണ്ടി വരൂല. അപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ഓരോ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവും. 1 to 10 സ്റ്റെപ്പ് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്, എനിക്ക് സോപ്പാണ് നിർമ്മിക്കേണ്ടത്. സോപ്പ് നിർമ്മിക്കാൻ വലിയൊരു ഫാക്ടറി തന്നെ ആദ്യം തന്നെ ഞാൻ കാണണമെന്നില്ല. ഉണ്ടോ? കുടിൽ വ്യവസായമായിട്ട് സോപ്പ് നിർമ്മിക്കുന്നവരെ നിങ്ങൾക്ക് അറിയില്ല. വീട്ടിൽ തന്നെ സോപ്പ് നിർമ്മിക്കുന്ന കുടുംബശ്രീകളൊക്കെ സോപ്പ് നിർമ്മിക്കാറുണ്ട്. നിങ്ങൾ അറിയാറില്ലേ, കാണാറില്ലേ? അതാണ് നമുക്ക് ഓപ്പറേഷൻസ് പ്ലാൻ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതോ വീട്ടിലാണോ, അല്ല ഓഫീസ് തുടങ്ങുന്നുണ്ടോ, അല്ല നമ്മൾ വലിയൊരു ഫാക്ടറി ആണോ ഉദ്ദേശിക്കുന്നത്? ഇതാണ് ഓപ്പറേഷൻസ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സപ്ലൈ ചെയിൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നമ്മളെ ബ്ലൂ പ്രിന്റിൽ ഉണ്ടായിരിക്കണം. 9th വണ്ണാണ് ടീം എന്ന് പറയുന്ന അംഗങ്ങൾ. നമ്മൾ ഒറ്റക്കാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും റോളുകൾ ഉണ്ടോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അയാൾക്കുള്ള റോൾ എന്താണ് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. പലപ്പോഴും പാർട്ട്ണർഷിപ്പ് ബിസിനസ് തകർന്നു പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മൾ റോളുകൾ പരസ്പരം സംസാരിക്കില്ല എന്നുള്ളത്. കാരണം 2 പാർട്ട്നേഴ്സ് ഉണ്ടാവും. രണ്ടാളും എന്ത് ചെയ്യും? ആദ്യത്തെ ഓപ്പണിംഗ് ടൈം, ഇനാഗുറേഷൻ ഒക്കെ നല്ല ഒരു ജോയിൻ ചെയ്ത് വന്നു, നോക്കുന്നു, പോകുന്നു. കുറച്ച് മാസങ്ങൾ കഴിയുമ്പം രണ്ടാമത്തെ പാർട്ട്ണർ സ്വാഭാവികമായിട്ടും അയാള് എന്തോ തിരക്ക് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സിലേക്ക് പോയതിന്റെ കാരണം അയാൾ മാറി നിൽക്കും. സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, മറ്റേ പാർട്ട്ണർക്ക് ഒരു തോന്നൽ ഉണ്ടാവും, ഇത് എന്റെ തലയിലായി. ലാഭവും ആണെങ്കിലും നഷ്ടമാണെങ്കിലും ഇയാൾ ഓടുന്നതിനനുസരിച്ച്, നഷ്ടമാണെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് ഇത് ഞാൻ തന്നെ കാണേണ്ടി വരുന്നു അല്ലെ? ഞാൻ തന്നെ കാണേണ്ടി വരുന്നു, നമ്മൾ ഒന്നിച്ച് തുടങ്ങിയ ഒന്നായിരുന്നു, പക്ഷെ ഞാൻ തന്നെ കാണേണ്ടി വരുന്നു, ഞാൻ തന്നെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ള രൂപത്തിൽ എന്താക്കും അയാൾക്ക് തോന്നും. ഇനി ലാഭമാണെങ്കിൽ അതിന്റെ ഓട്ടത്തിലും അയാൾ പറയും ലാഭം ഉണ്ടാക്കാൻ ഞാനും, അതിന് ഷെയർ വാങ്ങിക്കാൻ മറ്റേ ആളും. അപ്പൊ കൃത്യമായിട്ട് എഴുതാ എന്താണ് റോള്,
എന്റെ പാർട്ട്ണർക്കുള്ള റോൾ എന്തായിരിക്കണം എന്ന് കൃത്യമായിട്ട് നമ്മൾ ബ്ലൂ പ്രിന്റ് ചെയ്ത് വെക്കണം. എന്താണ് ഇയാളുടെ റോള്? അതുപോലെ തന്നെ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക്, അഥവാ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ടീമുകളുണ്ട്, ഞാൻ കുറച്ച് ജോലിക്കാരെ വെക്കുന്നുണ്ട്, അവരുടെ റോൾ എന്തായിരിക്കണം? ഞാൻ 3 പേരെ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാള് മാനേജർ ആയിരിക്കണം, 2 പേര് അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിരിക്കണം എന്ന് കൃത്യമായിട്ട് അത് ആരൊക്കെ ആവണം, നമ്മൾ സെലക്ട് ചെയ്ത 3 പേരിൽ ആരാവണം മാനേജർ, ആരാവണം സ്റ്റാഫ് എന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കണം. അല്ലാതെ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നിങ്ങൾ ഒരു 3 പേരെ ഹയർ ചെയ്യാണ്, ഭാവിനി മാം ഒരു പ്രൊഡക്റ്റ് ഒക്കെ തുടങ്ങി, ആ 3 പേരെ ഹയർ ചെയ്യാണ്. അപ്പൊ 3 പേര് വന്നു, 3 പേരിൽ നിന്ന് പെട്ടെന്ന് ഒരാളോട് പറയാണ് നിങ്ങളാണ് മാനേജർ മാറിയിരുന്നോളൂ, നിങ്ങളാണ് മാനേജർ മാറിയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് തോന്നും? മറ്റു 2 പേർക്ക് എന്ത് തോന്നും? അതെന്താ ഇപ്പൊ എന്നെക്കാളും വലിയ ക്വാളിറ്റി, പെട്ടെന്ന് ഒരു മാനേജർ സ്ഥാനം അല്ലെ? അതിന് പകരം നേരത്തെ റോളുകൾ നിശ്ചയിക്കുക, എന്തായിരിക്കണം അയാളുടെ റോള് എന്ന് നേരത്തെ നമ്മൾ നിശ്ചയിച്ചു വെക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് ഗ്രോത്ത് പ്ലാൻ എന്നുള്ളത്. അടുത്ത ഒരു വർഷം ഇത് നിർബന്ധമായിട്ടും ഒരു വിഷൻ ഉണ്ടാവണം എന്നുള്ളത്. ഏത് കാര്യത്തിലാണെങ്കിലും ഒരു വിഷൻ ഉണ്ടാവണം. ആ വിഷനാണ് ഇവിടെ ഗ്രോത്ത് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു വർഷം എന്റെ ബിസിനസ് എവിടെ എത്തി നിൽക്കണം? എന്തായാലും താഴത്തേക്ക് എത്തണം എന്ന് ഒരാളും ആഗ്രഹിക്കില്ല. ആഗ്രഹിക്കോ? അപ്പൊ എന്റെ അടുത്ത ഒരു വർഷം എവിടെ എത്തി നിൽക്കണം എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. നമ്മളിങ്ങനെ ബിസിനസ് തുടങ്ങി, അത് പോട്ടെ, അതൊരു ഇങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അടുത്തൊരു വർഷം എന്റെ ബിസിനസ് എങ്ങനെയാവണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇതിൽ ആരെങ്കിലും ഇപ്പൊ ബിസിനസ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജോയിൻ ചെയ്തതിൽ ആരെങ്കിലും നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓക്കെ, നമ്മുടെ വിംബിൾ അക്കാഡമി തന്നെ നോക്കാം. വിംബിൾ അക്കാഡമിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫൈസൽ സാറിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു അല്ലെ? പലപ്പോഴും നമ്മൾ കേട്ട ഒരു കാര്യമായിരിക്കും വിംബിൾ അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൽ ഇന്ന് വിംബിൾ അക്കാദമി എത്തി നിൽക്കുന്നു എന്ന് ഞാൻ കോൺഫിഡന്റോടുകൂടി പറയാണ്. കാരണം ഒരു ചെറിയ രീതിയിൽ തുടങ്ങി, എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഞാൻ എന്താവണം, ഈ ഒരു സ്ഥാപനം എന്താവണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് വെച്ചത് കൊണ്ട് ഇന്ന് വിംബിൾ അക്കാദമി ആ ഒരു നിലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നേരെ മറിച്ച് നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല. ഒരു വർഷത്തിന് ശേഷം എവിടെ എത്തണം എന്നില്ല, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം എത്തണം എന്നില്ല, ഒരു ലക്ഷ്യവുമില്ല. ബിസിനസ് തുടങ്ങുക, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാം എന്നുള്ള രൂപത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നും അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. പണം ഇൻവെസ്റ്റ് ചെയ്താലും പുതിയത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അഥവാ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമ്മൾ മെനയണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നൽ വേണ്ടേ? എനിക്ക് ഉള്ളിലൊരു തോന്നൽ വേണം. എന്താണ്? എന്റെ ബിസിനസ് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്തൊരു വർഷം എന്റെ ബിസിനസ് എത്തിച്ചേരേണ്ടത് ഇന്ന് 50 ലാക്കാണ് അല്ലെങ്കിൽ 20 ലാക്ക് ആണെങ്കിൽ അടുത്തൊരു വർഷത്തിൽ അതിന്റെ ഡബിൾ ആവണം എന്ന് എനിക്കൊരു ചിന്ത വേണ്ടേ? ഒരു പ്ലാൻ വേണ്ടേ? ഒരു വിഷൻ വേണ്ടേ? ആ വിഷൻ ഇല്ലാത്ത കാലത്തോളം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ നാട്ടിൻ പുറത്തെ ചില കടകൾ ഉണ്ടാവും. കടയുടെ ബോർഡ് പോലും ഏതെങ്കിലും ഒരു ഐസ്ക്രീം കമ്പനി കൊടുത്തതായിരിക്കും അല്ലെ? ABC ഐസ്ക്രീം. എന്നിട്ട് ഇവിടെ ചെറിയൊരു രൂപത്തിൽ ഒരു ഭാഗത്ത് കണ്ണേട്ടന്റെ കട അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല സ്ഥലങ്ങളും അങ്ങനെ കടകൾ ഉണ്ടാവാറില്ലേ? സത്യത്തിൽ അവിടെ ബ്രാൻഡ് ചെയ്യുന്നത് ആരാണ്? ആ ഐസ്ക്രീം കമ്പനിയാണ് അവിടെ ബ്രാൻഡ് ചെയ്യുന്നത്. എന്നാൽ ആ കടക്കാരന് ഒരു തരത്തിലും അടുത്ത 6 മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ ഒന്നും ആവാനായിട്ട് താല്പര്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ആദ്യം എന്ത് ചെയ്യുമായിരുന്നു? ആ ബോർഡ് അങ്ങ് മാറ്റും. എന്നിട്ട് ഈ കടയുടെ ബോർഡ് ABC ഒരു പലചരക്ക് കട, ആ ബോർഡ് നല്ല രീതിയിൽ ഒരു ഫ്ലെക്സ് ബോർഡിലെങ്കിലും അയാൾ സ്ഥാപിക്കും. അങ്ങനെ ഒരു മെന്റാലിറ്റി പോലും ഇല്ലാത്ത ആളുകളാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്? ഐസ്ക്രീമിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്വല്ലറിയുടെ പരസ്യത്തിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ, അപ്പൊ അവർ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കട തേടി വരുന്നതാണ് എന്ന് അല്ലെ? ഇതൊക്കെ തേടി വരുന്നതാണ് എന്ന്. അതൊരിക്കലും ബിസിനസ്സിൽ വാല്യൂ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. തേടി വരുന്നത് ഓക്കെ, പക്ഷെ നമ്മുടെ ബിസിനസ്സിന് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും നിലനിർത്തണം.
മറ്റൊരാളെ ചാരി നിന്നാവരുത്. നമ്മൾ പറയാറില്ലേ, ഒരാളെ തോളിൽ ചാരി നിന്ന് കഴിഞ്ഞാൽ അയാൾ പോയാൽ ഞാൻ ചെരിഞ്ഞു വീഴും, അല്ലെ? നാളെ ആ ഐസ്ക്രീം കമ്പനിക്കാരൻ പറയാണ് ഈ ബോർഡ് കൊടുക്കരുത് എന്നാണ് നിയമം, ബോർഡ് എടുത്തുകൊണ്ട് പോവാണ്. സ്വാഭാവികമായിട്ട് ആ കടയുടെ ഒരു ലുക്ക് എന്തായിരിക്കും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ആ കടയുടെ ലുക്ക് എന്തായിരിക്കും? വളരെ മോശമായിരിക്കും, അല്ലെ? മുമ്പ് നല്ല കളർഫുൾ ആയിട്ടൊരു ബോർഡ്, ഒരു ഐസ്ക്രീമിന്റെ ഫോട്ടോ എങ്കിലും കണ്ടിരുന്ന കടയായിരുന്നു കണ്ണേട്ടന്റെ. എന്നാൽ ഇന്ന് ആ കടയുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു നാഥനില്ല കളരി പോലെ ഇങ്ങനെ ബോർഡൊക്കെ പറിച്ചു മാറ്റിയ രീതിയിലായിരിക്കും ആ ബോർഡ്. കാരണം എന്തുകൊണ്ടാണ്? ആ വെച്ച ആൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നേരെ മറിച്ച് അത് എന്റെ ബോർഡാണെങ്കിൽ നാളെ ഇപ്പൊ അർച്ചന മാം പറയാണ് ആ ബോർഡ് അവിടെ പറ്റില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് പറയും? എനിക്ക് പറ്റില്ല, അത് എന്റെ അല്ലെ എന്നായിരിക്കും. അർച്ചന മാം എന്തോ പറഞ്ഞു, എന്താ അർച്ചന മാം എന്താ പറയാ? അതെ, പറ്റില്ല എന്ന് പറയും. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച സാധനമാണല്ലോ, മറ്റൊരാൾക്ക് അതിൽ അവകാശമില്ല. ഓക്കെ, ഇതേ അർച്ചന മാമിന്റെ ഒരു സ്ഥാപനത്തിൽ ഞാനൊരു ബോർഡ് കൊണ്ടുവെക്കുകയാണ്. അർച്ചന മാമിന്റെ ആ പരസ്യം ഒരു സൈഡിലും എന്റെ പരസ്യം കൊണ്ട് ഞാനൊരു ബോർഡ് വെക്കുകയാണ്. ഒരു 6 month കോൺട്രാക്ട്. 6 month കഴിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ അർച്ചന മാമിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറയട്ടെ, അതിന്റെ ഫ്രെയിം പോലും അവിടെ വെക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. മാനസിക പരിഗണനയിൽ തന്നാലായി. പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചാരി നിന്നത്, നമ്മളെ കടയെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പറയാറില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കട അറിഞ്ഞുകൊണ്ട് ആള് വരുന്നതാണ്. പക്ഷെ എന്നാൽ ഇപ്പോഴും അഡ്രസ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ കട പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഒരു വലിയൊരു ഐസ്ക്രീമിന്റെ ബോർഡ് കാണും. അത് തന്നെയാണ്, അല്ലെ? ആ വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമിന്റെ ബോർഡ് കാണും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ നോക്കുന്നത് എന്തായിരിക്കും? ഐസ്ക്രീമിന്റെ ബോർഡ് എവിടെ, അല്ലെ? അപ്പൊ ഞങ്ങൾ ഓക്കെ ABC ഐസ്ക്രീംസ്. അപ്പൊ എന്റെ മൈൻഡിൽ പതിഞ്ഞ പരസ്യം ഏതാ? ABC ഐസ്ക്രീമിന്റെ ആണ്. എനിക്ക് ഒരു കാറിന്റെ പരസ്യം ഉണ്ടായിരുന്നു. ആ കാറിന്റെ പരസ്യം എന്താ കഴിഞ്ഞാല്, വേറൊരു കാറിന്റെ പരസ്യത്തിനേക്കാൾ അപ്പുറത്ത് ഈ കാറിന്റെ പരസ്യം എത്തിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. ബ്രാൻഡുകൾ പറയുന്നില്ല. അങ്ങനെ ആ കാർ എങ്ങനെ ചെയ്യുമെന്ന് വളരെ ചിന്തിച്ചു തുടങ്ങിയവർ, എങ്ങനെ പരസ്യം അതിനേക്കാളും വലിയ രീതിയിൽ പരസ്യങ്ങൾ എത്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിലൊരു മാർക്കറ്റിംഗ് തന്ത്രം അവർ ഉപയോഗിച്ച എന്താണെന്ന് അറിയോ? പാർക്കിംഗ് ഏരിയകൾ ഉണ്ടല്ലോ, പാർക്കിംഗ് ഏരിയയിൽ ബാക്കിൽ ഒരു ബോർഡ് വെക്കും. വണ്ടി ഓക്കെ മതി എന്ന് പറയുന്നതിന് പകരം ഒരു ബോർഡ് വെക്കും. ഒരു ചെറിയൊരു VLC പ്ലെയർ പോലത്തെ സാധനങ്ങൾ വെക്കും. അവിടെ കൊണ്ടുപോയി ഇവരെ പരസ്യം അത് ഇവര് സ്പോൺസർ ചെയ്തു. ഇവർ സ്പോൺസർ ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും ഭാവിനി മാം എന്ന് പറയുന്ന കമ്പനിയുടെ കാർ എടുത്ത് വരികയാണ്. അപ്പൊ നിധി സാറിന്റെ കാറിന്റെ പരസ്യമാണ് ബാക്കിലുള്ള B എന്ന് പറയുന്ന പരസ്യം. സ്വാഭാവികമായിട്ടും റിവേഴ്സ് എടുത്തിട്ട് മാത്രമാണ് വണ്ടി അധികവും കോംപ്ലക്സുകളിൽ അല്ലെങ്കിൽ മാളുകളിൽ പാർക്ക് ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റിവേഴ്സ് ക്യാമറയിൽ ഏതാ പതിയ? ഈ B എന്ന് പറയുന്ന കാറിന്റെ പരസ്യമാണ് പതിയ. അപ്പോ ഇയാള് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കാറിന്റെ അകത്ത് എന്റെ കാറിന്റെ പരസ്യം ഞാൻ ചെയ്തു എന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഈ കാറിന്റെ, ഭാവിനി മാമിന്റെ കാറിന്റെ വലിയ A എന്ന് പറയുന്ന ആ ഒരു ലോഗോ കിടക്കുന്ന ഉള്ളില് അല്ലല്ലോ, പുറത്തല്ലേ കിടക്കുന്നത്, ബോണറ്റില് അല്ലെങ്കിൽ ബാക്കിൽ. എന്നാൽ നിധി സാറിന്റെ B എന്ന് പറയുന്ന ആ ഒരു വലിയ ലോഗോ ഭാവിനി മാമിന്റെ ആ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് സിസ്റ്റത്തിൽ കാണുകയാണ്. റിവേഴ്സ് അടിക്കുമ്പോൾ ആ കാറിന്റെ ലോഗോ ആണ് കാണുന്നത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അഡ്രസ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്ത് പ്ലാൻ ഫുള്ളി മാറ്റണം. എന്താവണം എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് മാത്രമേ നമുക്കൊരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള കടകൾ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്, ആ രീതിയിൽ തന്നെയായിരിക്കും ഓരോന്നും നടന്നു പോകുന്നത്. ഗസൽ അലഗ് എന്ന് പറയുന്ന ഒരു അമ്മയെ അറിയോ? ഗസൽ അലഗ് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. ആർക്കെങ്കിലും അറിയോ ഗസൽ അലഗിനെ? അറിയില്ല, പരിചയമില്ല. ഗസൽ അലഗ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയായിരുന്നു. ഗസൽ അലഗ് ഒരു അമ്മയായ സമയത്ത് അയാൾ ചിന്തിച്ചൊരു കാര്യമാണ്, എന്റെ മകൾക്ക് അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കണം. കാരണം ന്യൂ ബോൺ ബേബിയാണ്, പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലെ? നമ്മളൊക്കെ ആദ്യത്തെ കുട്ടിയെ ഭയങ്കരമായിട്ട് നോക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇപ്പൊ നിധി സാറ് അല്ലെങ്കിൽ ഇതിലുള്ള ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ റിയാസ് ചോദിക്കുകയാണ്, എനിക്കൊരു കുട്ടി ജനിക്കാൻ വേണ്ടി പോവാണ്,
അല്ല കുട്ടി ജനിച്ചു, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അതായിരിക്കും സ്വീകരിക്കുക. അല്ലെ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഓയിൽസ് ആണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ വാങ്ങിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഗസൽ അലഗ് എന്ന് പറയുന്ന സ്ത്രീ ചെയ്തൊരു കാര്യം, എന്റെ കുട്ടിക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നം വന്നു. എന്താണ്? ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് അത് പറ്റില്ല, വേണ്ട. എനിക്ക് വേണ്ടത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അങ്ങനെയാണ് മാമ എർത്ത്. മാമ എർത്തിനെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് അമ്മമാർക്ക് മാമ എർത്തിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ലല്ലോ. ആ മാമ എർത്ത് എന്ന് പറയുന്ന കമ്പനി രൂപം കൊള്ളുന്ന അവിടെ വെച്ചാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മാമ എർത്തിലുണ്ട്. എന്താണ്? ഒരു പ്രശ്നമാണ് അവിടെ കണ്ടത്, അല്ലെ? തന്റെ കുട്ടിക്ക്, നമ്മളിപ്പോ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങളൊന്ന് ഓടിച്ചു നോക്കൂ. തന്റെ കുട്ടിക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ അവിടെ നിന്നോ? മാർക്കറ്റ് നോക്കിയപ്പോ എല്ലാം കെമിക്കലാണ്. ആള് പരാതി പറഞ്ഞു നിന്നോ? ഇല്ല. ആളെന്താ ചെയ്തത്? അതിനെക്കുറിച്ച് പഠിച്ചു. യെസ്, ഇതിന് സൊല്യൂഷൻ കാണാൻ എനിക്ക് പറ്റും. ആള് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ ആരായിരിക്കും അതിന്റെ ടാർഗറ്റ്? ആരായിരിക്കും? അമ്മമാരാണ്, അല്ലെ? അച്ഛന്മാരാണ്. അവരല്ലേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഒരിക്കലും ന്യൂ ബോൺ ബേബിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ടാർഗറ്റ് ഓഡിയൻസ് ആരായിരുന്നു? പുതുതായി ജനിക്കുന്ന കുട്ടികൾ, ജനിക്കപ്പെടുന്ന അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ഇവരായിരുന്നു ടാർഗറ്റ് ഓഡിയൻസ്. ഇന്ന് ആ മാമയത്തിന്റെ പൊസിഷൻ വളരെ വലുതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളാണ് സിമ്പിൾ ആയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ കണ്ടു, ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടു, അത് പിന്നീട് മാർക്കറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആയാലും ഏത് സർവീസ് ആയാലും അതൊരു പ്രശ്നത്തിനുള്ള പരിഹാരം തന്നെയാണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഏത് സർവീസ് എടുത്ത് നോക്കുക, ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമായിരിക്കും ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് തന്നെ നോക്കുക, എന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ചുറ്റും സറൗണ്ടിങ്ങിലുള്ള ഒരു പ്രൊഡക്റ്റ് എടുക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്, അല്ലെ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അറിയണം, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരെ വിളിക്കണം, വീട്ടിലേക്ക് വിളിക്കണം, അതിനുവേണ്ടിയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. അതൊരു പ്രശ്നമല്ലേ? നിങ്ങൾക്ക് മൊബൈൽ ഇല്ല, നിങ്ങൾക്ക് വിളിക്കാൻ ഒരു സൗകര്യങ്ങളോ ഒരു വഴിയും ഇല്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ? അതൊരു പ്രശ്നമായിട്ട് എപ്പോഴും നിങ്ങൾ തുടരൂലേ? അപ്പൊ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മളെ പ്രൊഡക്റ്റ് ആയിട്ട് എപ്പോഴും മാറേണ്ടത്. ഞാൻ പറഞ്ഞു വന്ന ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യാത്രയാണ്. അതൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് വിജയിക്കാം. ഒരു കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിന്റ് ആ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം കണക്കുകൾ പറയുന്നുണ്ട്, ബിസിനസ് സ്റ്റഡീസ് പറയുന്നുണ്ട്, എല്ലാ സ്റ്റാർട്ടപ്പ് ബിസിനസ്സും 5 വർഷത്തിനുള്ളിൽ പൂട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്നത് അവർക്കൊരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് 5 വർഷത്തിനുള്ളിൽ ഓരോ ബിസിനസ്സുകളും പൂട്ടിപ്പോകാൻ ഏറ്റവും വലിയൊരു കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ബിസിനസ്മാൻ ആവണം എന്ന് ആഗ്രഹിക്കുക. എനിക്കൊരു ബിസിനസ്മാൻ ആവണം. യെസ്, ഞാൻ ഒരാളുടെ കീഴിൽ എത്ര കാലം സാലറി വാങ്ങിച്ചു നിൽക്കും? അയാൾ ഇടത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടത്തോട്ട് പോകേണ്ടി വരും, വലത്തോട്ട് തന്നെ വലത്തോട്ട് പോകേണ്ടി വരും, അല്ലെ? നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഞാൻ സാലറി കൊടുക്കുന്ന ഒരാളായി മാറണം, ഞാൻ സാലറി വാങ്ങിക്കുന്ന ഒരാൾ എന്നുള്ളതിന് അപ്പുറത്ത് ഞാൻ സാലറി കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം എന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഇന്ന് തന്നെ അതിന്റെ സ്വപ്നം കണ്ടു തുടങ്ങുക. നാളെ ആക്കരുത്. കാരണം ഇന്നലെയുടെ നാളെയാണ് ഇന്ന്, അല്ലെ? ഇന്നലെയുടെ നാളെയല്ലേ ഇന്ന്. ഇന്നലെ നിങ്ങൾ എന്തൊക്കെ നാളെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കലും ചെയ്തിട്ട് അതിൽ 100% ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇന്നലെയുടെ നാളെയാണ് ഇന്ന്. അപ്പൊ നാളെ എന്ന് പറയുന്ന ഒരു വേർഡിന് പ്രസക്തി ഇല്ല. ഇന്നലെയും നാളെയും രണ്ടും നമ്മുടെ കയ്യിലില്ല. ഇന്നലെ നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ഇനി നാളെ നമ്മുടെ കയ്യിലുണ്ടോ? ഞാൻ പറയാണ് അർച്ചന മാമിനോട്, ഇന്നലെ പോയിട്ട് ഒന്ന് തല ഒന്ന് വാരിയിട്ട് വരുമോ? പറ്റുമോ? ഒരിക്കലും പറ്റൂല. എന്നാ ഞാൻ പറയാണ്, വേണ്ട, നാളെ ഒന്ന് വാരിയിട്ട് വാ, നാളത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് മുടി വാരിയിട്ട് നാളത്തെ മുടി ഇന്ന് വാരിയിട്ട് വാന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല, നമുക്ക് ഈ മൊമെന്റ് മാത്രമല്ലേ ഉള്ളൂ. യെസ്, ഈ മൊമെന്റിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ വിജയിക്കുക. നമ്മൾ നാളെ എന്ന് പറയാണോ, നാളെ നീളെ അതെങ്ങനെ നീണ്ടു പോവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കുക. എനിക്കൊരു ബിസിനസ് പേഴ്സൺ ആവണം, എനിക്കൊരു ഓണ്ടർപ്രണർ ആവണം, ഞാനൊരു സാലറി കൊടുക്കുന്ന ഒരാളാവണം. എന്നിട്ട് കൃത്യമായിട്ട്
എന്താണ് എന്റെ ബിസിനസ്, ഞാൻ എന്താ തുടങ്ങാൻ ആഗ്രഹിക്കുക, അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ബിസിനസ് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉറപ്പാണ്. നിങ്ങളൊന്ന് ഇന്ന് തന്നെ ആക്ഷൻ എടുക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ പറഞ്ഞ 10 പോയിന്റ്സ് ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് 10 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. 10 പോയിന്റ്സ് അതായത് 10 സ്റ്റെപ്സ്, സിമ്പിൾ സ്റ്റെപ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഭാഗം? ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത ഒരു ബിസിനസ് ഐഡിയ ഉം. അത് ഗുഡ് ആണ് എന്ന് എനിക്ക് എങ്ങനെ ഗുഡ് ആണ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോണത്, എന്നാലല്ല ബിസിനസ് മുന്നോട്ട് പോകും. ബട്ട് അത് എനിക്ക് എങ്ങനെ ഇനിഷ്യലി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചിട്ട് എനിക്കത് ഗുഡ് ആയിരിക്കും, ഗുഡ് ആണ് എന്ന് കൺഫേം ചെയ്യാം? അറ്റ്ലീസ്റ്റ് കൺഫേം അല്ലെങ്കിലും ഓക്കെ, ഗുഡ് ഐഡിയ ഈസ് ഓക്കെ എന്നുള്ളത് ബിസിനസ് ഐഡിയ. ഗുഡ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്തില്ലേ, അതിന്റെ മാർക്കറ്റ് നമ്മൾ പഠിക്കുക. എന്താണ് ഞാൻ ചെയ്യുന്നത്, അതിന്റെ മാർക്കറ്റ് നമ്മൾ പഠിക്കുക. അഥവാ എന്ത് പെയിനിനുള്ള സൊല്യൂഷൻ ആണ് അതിനെ കൊടുക്കുന്നത്. എല്ലാം പെയിനാണ്, എല്ലാ സംഭവത്തിനെയും ഒരു പ്രശ്നമാണ്, പെയിൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് അതിനെ സമൂഹം കാണുന്നത്, അഥവാ എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കിട്ടുന്നതെന്ന് നോക്കാം. അത് ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മൾ അവിടെ നോക്കേണ്ടുള്ളൂ. ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത്. ഇപ്പം ഭാവിനി മാം തുടങ്ങുന്നത് ഒരു ക്ലിനിക്കാണ് തുടങ്ങുന്നത് ചിൽഡ്രൻസിന്റെ. അപ്പൊ എന്ത് പ്രശ്നത്തിനാണ്? ചിൽഡ്രൻസ് ആണ് വിഷയം അല്ലെ, ചിൽഡ്രൻസിനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ബോൺ ബേബികൾക്ക് ആവശ്യമായ ഒരു സംഭവങ്ങൾ കൊടുക്കാൻ, അപ്പൊ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബേബി ഡയപ്പേഴ്സിന് വൺ ടൈം യൂസിങ് ഉള്ളതാണ്. അതിന് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഒരു 3 to 5 ടൈംസ് ഉപയോഗിക്കാം ഒരു ഡയപ്പർ എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊണ്ടുവരികയാണ്. ശരിക്കും അതൊരു ഒരു എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമല്ലേ അല്ലെ? പലപ്പോഴും പുതുതായിട്ട് വന്ന അച്ഛന്മാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇത് വാങ്ങിക്കാൻ തന്നെ ഒരു എമൗണ്ട് വേണം അല്ലെ, ഇതിന് മാത്രം എന്താണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയാറില്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതിന് ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന എന്ത് കണ്ടെത്താൻ വേണ്ടി പറ്റും? അത് യൂസ് ആൻഡ് ത്രോ ആണ് ഇപ്പൊ ഉള്ളത്. അതിനെന്താണ് ഉപയോഗിക്കാൻ വേണ്ടി? അപ്പൊ അതൊരു പ്രശ്നമാണ്. അതുപോലെ നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്, ആ പ്രൊഡക്റ്റ് ഏത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് എന്ന് നമ്മൾ നോക്കുക. ആ പരിഹാരമാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ മുന്നോട്ട് നിൽക്കുക. ഓക്കെ, ഞാൻ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണം, നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ഐഡിയ എടുക്കുമ്പോൾ വോണ്ട് ബി ദ ഫസ്റ്റ് തിങ്, നമ്മളായിരിക്കില്ല അത് ഫസ്റ്റ് അത് കൊണ്ടുവരുന്നത്. ബാക്കി നമ്മുടെ ഒപ്പം തന്നെ ബാക്കി ഉള്ളവരൊക്കെ ഉണ്ടാവും. മേ ബി അതിനകത്ത് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോ അത് ദാറ്റ് വിൽ ബി നമ്മൾക്ക് അത് നമുക്കത് ഗുഡ് ആയിരിക്കുമെന്ന് തിങ്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെ തന്നെ ആവണം അല്ലെ? ഇത് അതിന് അഡ്രസ് ചെയ്യുന്നുണ്ട്, അതിനൊരു നീഡിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതെ, നമുക്കൊരു റോള് വേണമല്ലോ. കാരണം ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു റോള് വേണമല്ലോ. കാരണം ഞാനൊരു റോൾ എടുത്താൽ മാത്രമേ എനിക്ക് അതിനകത്ത് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാം. അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാനും ഭാവിനി മാമും ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ഭാവിനി മാം കൊണ്ടുവന്ന ഐഡിയ, ഭാവിനി മാം കൊണ്ടുവന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഭാവിനി മാം കൊണ്ടുവന്ന് ഞാൻ പൈസ മാത്രം തന്നു, ഒന്നും വർക്കൗട്ട് ആയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ പറയും, എന്ത് പരിപാടിയാ കാണിച്ചു അല്ലെ, എന്ത് പരിപാടിയാ കാണിച്ചു, ഒന്നും വർക്കൗട്ട് ആയില്ല, എന്ത് പ്രോഡക്റ്റ് ആണ്, സത്യത്തിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് പല ക്വസ്റ്റ്യൻസ് വരും. അവിടെയാണ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അവിടെയാണ്. അപ്പൊ ഞാനും പഠിക്കണം അതിനെ കുറിച്ച്, ഭാവിനും ഞാൻ പഠിക്കണം. ആ പ്രൊഡക്റ്റ് ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലേ, ഞാൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കട്ടെ, അതിന്റെ മാർക്കറ്റ് പഠിക്കട്ടെ, ഈ ഐഡിയാസ് അവിടെ ഉപയോഗിക്കാം. അങ്ങനെ രണ്ടുപേരും, എത്ര പേരാണോ അവിടെ ഉള്ളത്, 3 പേരാണെങ്കിൽ 3 പേര്, 2 പേരും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പഠിക്കുക, ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടും 2 തലത്തിലായിരിക്കും ബ്ലൂ പ്രിന്റ്സ്. അത് രണ്ടിനെയും ജോയിൻ ചെയ്തിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് എടുക്കുക, അത്രയാണ്. ഓക്കെ, താങ്ക് യു സർ. ക്ലിയർ ആയോ ഭാവന മാമിന്? ക്ലിയർ ആയോ? ക്ലിയർ ആയി. മാർക്കറ്റ് സ്റ്റഡി ആണ് മെയിൻലി നമ്മൾ ചെയ്യണം. അതെ, മാർക്കറ്റ് സ്റ്റഡി എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് എന്നുള്ളത് മാർക്കറ്റ് സ്റ്റഡി ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനി അതർ ഡൗട്ട്?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളൊരു ഡെമോഗ്രാഫി സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സ് നോക്കേണ്ടത്. മനസ്സിലായില്ല, കേൾക്കാൻ ചെറിയൊരു പ്രശ്നം. നമ്മളൊരു ഡെമോഗ്രാഫി സെലക്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്. നിതീഷ് സാറിന് ക്ലിയർ ആവുന്നില്ല സാറേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അതായത് നമ്മളൊരു ഡെമോഗ്രാഫി ചൂസ് ചെയ്യുമ്പോഴേ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടതെന്ന്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലെ? ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, എന്നാലും അതിന്റെ സെയിം ഒരു കോമ്പറ്റീറ്റേഴ്സ് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ നിതീഷ് സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് സംഭവമാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് അതിന്റെ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കാം. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിതീഷ് സാർ ഇപ്പം ക്രിക്കറ്റ് ഫീൽഡാണ്, ഇപ്പൊ നല്ലൊരു ബാറ്റാണ് ഉദ്ദേശിക്കുന്നത്. ബാറ്റിന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഇല്ലേ? അപ്പൊ അവര് നടത്തുന്നതിന്റെ മറ്റൊരു സ്ട്രാറ്റജി നമ്മൾ നടത്താം. കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്കിപ്പം അതിനകത്ത് ഒന്ന് കോപ്പി ചെയ്യാം. ഇപ്പോ സേവാഗാണ് മറ്റൊരു ബാറ്റിനെ കളിച്ചുകൊണ്ട് കാണിക്കുന്നതെങ്കിൽ, അതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതെങ്കിൽ നിതീഷ് സാറിൻ്റെത് സ്വാഭാവികമായിട്ട് ധോണിയോ സച്ചിനോ ആയിരിക്കണം. അത് ഓൾറെഡി ആ ക്രിക്കറ്റ് ഫീൽഡിലുള്ള ആളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അതേപോലെ കോപ്പി ചെയ്യരുത്. എല്ലാം വ്യത്യസ്തമായിരിക്കണം. എന്നാൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു USP അതിനകത്ത് ഉണ്ടാവണം. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റു പ്രൊഡക്റ്റുകളിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുക, എന്ത് നിങ്ങൾ അഡീഷണൽ നൽകുന്നു. ഇപ്പോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, 4 ലൈനും കടന്ന് 6 ലൈനും കടന്ന് ബൗണ്ടറി കടത്ത് നിൽക്കുകയാണ് നിങ്ങളെ USP ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചൂസ് ചെയ്യും അല്ലെ? ആ USP-യിലാണ് ഇരിക്കുന്നത്, യുണീക് സെല്ലിംഗ് പ്രൊഡക്റ്റ്. ആ USP-യിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട USP. ക്ലിയർ ആയോ? ഓക്കെ. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹലോ സാഹിർ സർ. ഹലോ, പറഞ്ഞോളൂ. ജസീന മാം. ഹലോ. വളരെ നല്ല എഫക്റ്റീവായ ഒരു ക്ലാസ് ആണ്. ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്കും ഇനി ഇപ്പൊ ബിസിനസ്സിലുള്ളവർക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നിയത്. നല്ല നല്ല ക്ലാസ് ആയിരുന്നു സർ. ക്ലിയർ ആണ് പോയിന്റ്സ് ഒക്കെ. ഓക്കെ, താങ്ക് യു ജസീന മാം. ഒരു ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ ചോദിച്ചോളൂ. ഓപ്പറേഷൻസ് പ്ലാന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പോയിന്റ്. അതായത് എവിടെയാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന ആ ഒരു ലൊക്കേഷന്റെ ഒരു പ്രാധാന്യം അല്ലേ? അതെ. അപ്പൊ നമുക്കപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തൊരു ഫെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആ ലൊക്കേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ബെറ്റർ ലൊക്കേഷൻ, അല്ലെങ്കിൽ അതിനെത്രത്തോളം അതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഓക്കെ, നമ്മൾ എന്ത് തുടങ്ങുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ലൊക്കേഷൻ നോക്കേണ്ടത്. നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറന്റ് ആണ് തുടങ്ങുന്നത്. ആ റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം നമ്മൾ ആ റെസ്റ്റോറന്റ് തുടങ്ങുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് സെയിലിംഗ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെ? ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇഷ്ടം പോലെ ഇപ്പൊ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്നുകിൽ ഡ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ പെർഫ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊരു ഓൺ ബ്രാൻഡ് കൊണ്ട് അവർ സെയിൽ ചെയ്യുന്നതിനാണ് സോഷ്യൽ മീഡിയ വഴിയാണ്. അതുപോലെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ കണ്ടെത്തുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില മാർക്കറ്റുകൾ, ചില മൊബൈൽ ഷോപ്പുകളൊക്കെ അടുത്തടുത്ത് മൊബൈൽ ഷോപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഷോപ്പുകൾ അടുത്ത് തന്നെ ഉണ്ടാവും, കുറെ എണ്ണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഈ അടുത്ത് തന്നെ ഇത് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെ? നമ്മൾ സ്വാഭാവികമായിട്ട് മലയാളി നമ്മൾ ചിന്തിക്കുക ഇതൊരു പാര വെച്ചതാണ് അല്ലെ? ശരിക്കും അവിടെ ഒരു ബിസിനസ് ടെക്നിക്ക് ഉണ്ട്. ആ ബിസിനസ് തന്ത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഷോപ്പിൽ ഇല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ ആള് കയറിയിരിക്കും. ആ ഒരു ഏരിയ വിട്ടിട്ട് ഒരിക്കലും കസ്റ്റമർ പുറത്തു പോകില്ല എന്നുള്ളതാണ്.
കസ്റ്റമർ അതിനുള്ളിൽ പെട്ട ഒരു ചുഴിയിൽ പെട്ടതുപോലെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കസ്റ്റമർ വാങ്ങിക്കും. അത് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ ഹാഷിം സാറിനായിരിക്കും. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് എവിടെയാണ് ഇത് ഫലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ. അഥവാ ഒരു റെസ്റ്റോറന്റ് പണിയാണെങ്കിൽ എല്ലാ വീടുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഏരിയകൾ. കാരണം എന്റെ നാടിനടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. പക്ഷെ അവിടെ റെസ്റ്റോറന്റിന്റെ വാല്യൂ കൂടുതലാണ്, കാരണം അവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ റെസ്റ്റോറന്റ്, അപ്പൊ അത് മാർക്കറ്റ് സ്റ്റഡി നടക്കുക. ഒരു റെസ്റ്റോറന്റ് ഇടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഇപ്പൊ അടുത്ത് ഞാൻ യൂട്യൂബിൽ ഒരു വ്ളോഗർ ഒരു ഇത് കണ്ടു, എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ എനിക്ക് റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വൈറലായ ഒരു ഫുഡ് ബ്ലോഗറാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ന ഏരിയയിൽ ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും അയാൾ സ്ഥലം സെലക്ട് ചെയ്തത്? അപ്പൊ അതിന് താഴെ കമന്റ് വന്നു, യെസ്, നിങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലം നല്ല സ്ഥലമാണ്, കാരണം അവിടെ ഒരുപാട് ആളുകൾ ബസ് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിന് പിന്നിൽ ഒരുപാട് ഓഫീസുകൾ ഉണ്ട്. അവർക്ക് ദൂരെ പോയി ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് ലഞ്ച് ബ്രേക്ക് തീരും. അതെങ്ങനെയാ അവർക്ക് മനസ്സിലായത്? മാർക്കറ്റ് പഠിച്ചതാണ്. അത് മാർക്കറ്റിൽ ഇറങ്ങിയാലേ നമുക്ക് മാർക്കറ്റ് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പണിയെടുക്കുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അയാളോട് പറയാം, എനിക്ക് ഇന്നതാണ് തുടങ്ങേണ്ടത്, മാർക്കറ്റ് പഠിക്കാം. അപ്പൊ നമ്മൾ മാർക്കറ്റ് പഠിക്കാൻ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എവിടെ എന്ത് തുടങ്ങണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓൺലൈൻ സ്റ്റഡീസ് ഇപ്പൊ എവിടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും സക്സസ് ആവും. അതിനനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻസ് കൊടുക്കണം, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം. പിന്നീട് നമ്മൾ അത് ഓഫ്ലൈൻ ആക്കുന്ന സമയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റണം. ഇപ്പൊ ഞാനൊരു ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്, നിങ്ങൾ എല്ലാവരും എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്, ഞാൻ നാളെ ഓഫ്ലൈനിലേക്ക് മാറ്റുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങ് തൃശ്ശൂരുള്ള ഫൈസൽ സാറിന് എൻ്റെ കാസർഗോഡ് വന്നിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഫൈസൽ സാർ എന്ത് പറയും, ഇത് വളരെ ദൂരെ ആയിപ്പോയി അല്ലെ. സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടതാണ് ഫൈസൽ സാറിനെ വെച്ച് മാർക്കറ്റ് ചെയ്തിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത് എൻ്റെ ലൊക്കേഷനിലുള്ള ആളുകളെ ആയിരിക്കാം. അപ്പൊ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു സംഭവം തുടങ്ങുമ്പോൾ ആ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. എവിടെയാണ് നമ്മൾ ഇടേണ്ടത്, അപ്പൊ അത് എന്തൊക്കെയാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് പെയിനിനാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത്. ഇപ്പൊ റെസ്റ്റോറന്റ് ആണെങ്കിൽ നല്ലൊരു ഫുഡാണ് കൊടുക്കേണ്ടത്. അപ്പൊ നല്ല ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിശന്നിരുന്ന ആളുകൾ വരണം അല്ലെ. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയം എപ്പോഴാണ്? പലപ്പോഴും ഫാസ്റ്റ് ഫുഡിന്റെ സമയം എപ്പോഴാണ്? റിയാസ് സാറിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ഫാസ്റ്റ് ഫുഡിന്റെ സമയം എന്ന് പറയുന്നത് 2 മണിക്ക് ശേഷമാണ് ഫാസ്റ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. പല റെസ്റ്റോറന്റുകളും ഓപ്പൺ ആവില്ല. പല റെസ്റ്റോറന്റുകൾ പറയുന്നത്, നമ്മൾ പോയാൽ പറയും ഇല്ല കേട്ടോ, 1 മണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ അല്ലെ. എന്തുകൊണ്ടാണ്? അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 1 മണി മുതൽ നൈറ്റ് 1 മണി വരെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ എത്തുന്ന യൂത്തിനെയാണ്. പിന്നെ ചില റോഡ് സൈഡിലുള്ള തട്ടുകടകൾ കാണാം. തട്ടുകടകളും രാത്രികളിലാണ് ഓപ്പൺ ആവും. അവർ ഉദ്ദേശിക്കുന്ന ആരെയാണ്? രാത്രികളിലാണ് അധികവും യാത്രക്കാർ നിർത്തി ഭക്ഷണം കഴിക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത് നൈറ്റ് ആണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഹാഷിം സാറിന് ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയി. താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏകദേശം ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും അല്ലേ. എനിക്ക് തോന്നുന്നു പിന്നെ എല്ലാവർക്കും ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു താല്പര്യമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ, ഒരു കുറച്ച് നേരത്തെ ക്ലാസ് കേട്ടപ്പോൾ. അപ്പോ ഇവിടെ സാഹിർ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെയൊക്കെ പലരുടെയും ഉള്ളിലൊരു നല്ല ആഗ്രഹം ഉണ്ടാവും, നല്ലൊരു ബിസിനസ്മാൻ ആകണം, അതല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആകണം എന്നൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലൊരു ആഗ്രഹം, ചിലരുടെയെങ്കിലും ഒക്കെ ഉള്ളിലൊക്കെ ആഗ്രഹം ഉണ്ടാകും. അപ്പോ അത് പിന്നെ നമുക്കൊരു ഓൺട്രപ്രണർ ആകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഓൺട്രപ്രണർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആയിരിക്കില്ല. ആദ്യം വേണ്ടത്, ഇപ്പൊ നമ്മളൊരു എംപ്ലോയി ആയിരിക്കുമല്ലോ, നമ്മൾ ഏറ്റവും നല്ലൊരു എംപ്ലോയി ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയാണോ ഉള്ളത് അവിടത്തെ ഏറ്റവും നല്ല മികച്ച എംപ്ലോയി ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. എല്ലാ സാധ്യതകളെയും ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തി ആ കമ്പനിയിൽ നിന്ന് ഒരു കാരണവശാലും അല്ലെ, അങ്ങനല്ലേ, ചില എംപ്ലോയീസ് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോ റെസിഗ്നേഷൻ കൊടുക്കുന്നു. നിനക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ വിടൂല എന്ന് പറയും. നിനക്ക് എത്രയാണോ വേണ്ടത് തരാന്ന് പറയും അല്ലെ. പക്ഷെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മളെപ്പോഴും പറയും, ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന സമയത്ത് ആ സ്ഥാനം നമ്മളിലാകരുത് അലങ്കാരം ഉണ്ടാവേണ്ടത്, മറിച്ച്
നമ്മൾ ആ സ്ഥാനത്തിനെ അലങ്കരിക്കണം എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു ചെയർമാനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാൻ സ്ഥാനമാകരുത് എന്നെ അലങ്കരിക്കേണ്ടത്, മറിച്ച് ഞാൻ അവിടെ എത്തുമ്പോൾ ആ ചെയർമാൻ സ്ഥാനം ഭയങ്കര സംഭവമാകണം. രണ്ടും ഡിഫറൻസ് ഉണ്ട്. ഞാനൊരു പ്രധാനമന്ത്രിയാകുന്നു, അല്ലെങ്കിൽ ഞാനൊരു മുഖ്യമന്ത്രിയാകുന്നു, ഞാൻ അങ്ങനെ തുടങ്ങി എന്തും ആകാം, എന്ത് സ്ഥാനവും ആകാം അല്ലെ. നമ്മളെ നാട്ടില് ഒരു ജനറൽ സെക്രട്ടറി ആകുന്നു, അപ്പൊ ജനറൽ സെക്രട്ടറി സ്ഥാനം വരുമ്പോ ഞാൻ വലിയ സംഭവം, അങ്ങനെയല്ല അല്ലെ. മറിച്ച് നമ്മൾ ആ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പിന്നെ ഇന്ന ആള് ജനറൽ സെക്രട്ടറി ആയ ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെ ഇന്നയാള് മുഖ്യമന്ത്രിയായ ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്നയാളൊരു പ്രധാനമന്ത്രിയായ കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നയാള് രാഷ്ട്രപതിയായ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ അയാൾക്കാണ് അവിടെ ഒരു സ്ഥാനം വരുന്നത്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ എന്ന ഒരു വ്യക്തി, ആ വ്യക്തി എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ ഏറ്റവും മനോഹരമാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല എംപ്ലോയി ആകുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബിസിനസ്മാൻ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ ഒരു മാനേജിങ് കപ്പാസിറ്റി അവിടെ ഉണ്ടാവണം അല്ലെ. ഒരു മാനേജിങ് കപ്പാസിറ്റി ആണോ ശരി ബിസിനസ്മാൻ ഉണ്ടാവുന്നത്? ഒരുപാട് ആളുകളെ, എംപ്ലോയീസിനെ, ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാകണം. ആ ഒരു കപ്പാസിറ്റി നമുക്ക് എവിടെ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റണം? നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഗെയിൻ ചെയ്ത്, അക്വയർ ചെയ്ത്, അവിടെ നമ്മൾ സമൂഹവുമായിട്ടുള്ള, നമ്മുടെ കസ്റ്റമറുമായിട്ടുള്ള ഒരു ഡീലിംഗ് ഉണ്ടല്ലോ, ആ ഡീലിങ്ങിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നിടത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ബിസിനസ് അതല്ലെങ്കിൽ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ പ്രധാനപ്പെട്ടവയാണ്. കുറച്ചും കൂടിയും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു 20 വർഷമൊക്കെ പിന്നെ ഒക്കെ എടുത്ത് ബ്രാൻഡ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളും ഇന്നത്തെ കാലത്ത് നമുക്ക് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ അവര് പിന്നെ ഉയർന്ന തലങ്ങളിലേക്ക് അതിനേക്കാൾ വലുതായിട്ട് നമുക്ക് വളരാൻ പറ്റും. അതാണ് ഇന്നത്തെ സാഹചര്യം അല്ല. ഒരു 20 വർഷം കൊണ്ടൊക്കെ ഗ്രോ ചെയ്ത് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രാൻഡായി വന്ന ഒരു സ്ഥാപനം, അതേ സ്ഥാപനത്തിനെ പോലെ അതിനേക്കാൾ കവച്ചു വെക്കാൻ പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിന് ഇന്നത്തെ കാലത്ത് 1 വർഷമോ 2 വർഷമോ മതി എന്നുള്ളതാണ്. കാരണം അത്രയും സ്പീഡിൽ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ലെവൽ, അതായത് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ കസ്റ്റമറിലേക്കും, ഓരോ കസ്റ്റമറിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വലിയ ഒരു മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്നാൽ മതി ബിസിനസ് ചെയ്യാൻ, പുറത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. മനോഹരമായിട്ട് നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണുക, നന്നായിട്ട് നമ്മളെ വ്യക്തിത്വത്തെ നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിലായി കഴിഞ്ഞാലും എവിടെ ആയി കഴിഞ്ഞാലും വ്യക്തിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്, ഒരു പേഴ്സണൽ ബ്രാൻഡിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ ആ ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇടിവ് തീർച്ചയായിട്ടും അതിന്റെ ഒരു സ്ഥാപനത്തിനും സ്വാഭാവികമായിട്ടൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മനോഹരമായിട്ട് ചിന്തിക്കുക, ആവിഷ്കരിക്കുക, മുന്നോട്ട് പോകുക, ജീവിതത്തെ അടയാളപ്പെടുത്തുക. നമ്മളുടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് നല്ല പർപ്പസുകൾ ഉണ്ടാകണം, നല്ല മീനിങ്ങുകൾ ഉണ്ടാകണം, ഒരു സേവന സന്നദ്ധത നമുക്കുണ്ടാകണം, എല്ലാത്തിലും നമുക്ക് ഉണ്ടാകണം. ഒരു അഗ്രസീവ് മാർക്കറ്റിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രോഫിറ്റ് രൂപപ്പെടുത്തുക എന്നുള്ളതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യത്വമുള്ള, മാനവികതയുള്ള, സ്നേഹമുള്ള, സന്നദ്ധതയുള്ള, സന്തോഷമുള്ള, ചിരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറി അതിൽ നിന്ന് ചില പ്രൊഡക്റ്റുകളും റിസൾട്ടുകളും റിഫ്ലക്ഷനുകളും ഒക്കെ, ഒരു സംസ്കാരമൊക്കെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഇത്തരത്തിലുള്ള നല്ല നല്ല സെഷനുകൾ തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തകൾ അല്ലെ, നമ്മളൊക്കെ ചിന്തിക്കുക, നമുക്കൊരു ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പൊ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നൊക്കെ വഴികളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടുകാരിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റുകളൊക്കെ മാറും, നമ്മളുടെ ചിന്തകൾ മാറും, നമ്മുടെ ക്രിയേറ്റിവിറ്റി മാറും, നമ്മുടെ സംസാരം മാറും, നമ്മുടെ വാക്കുകൾ മാറും, നമ്മുടെ സമീപനങ്ങൾ മാറും. അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളിൽ പോലെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ എന്തായിരുന്നാലും
വളരെ മനോഹരമായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു സെഷൻ ഇവിടെ കാഴ്ചവെച്ച സാഹിർ സാറിന് എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബാച്ച് 19 മെമ്പേഴ്സ്, അതേപോലെ തന്നെ വിംപിളിന്റെ ട്രെയിനിങ് ഗ്രൂപ്പ്, അതേപോലെ തന്നെ മറ്റു പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ മെമ്പേഴ്സ് എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? സാഹിർ സാർ ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഇന്ററാക്ഷനിലൊക്കെ പങ്കെടുത്തു. അതെ അതെ, അടിപൊളി. ഓക്കെ. അപ്പോൾ ഇനിയും ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് വീണ്ടും സാഹിർ സാറിന്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. സാറ് വളരെ പിന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ടോപ്പിക്കുകളിൽ ക്ലാസ്സുകൾ, ബിസിനസ് ട്രെയിനിങ്ങൾ എടുക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കസ്റ്റമറുമായിട്ട് ഡീലിങ്ങുകൾ, അതുപോലെ തന്നെ സെയിൽസിന്റെ വിഷയങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അവതരിപ്പിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സെഷനുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ തുടർന്ന് വരുന്ന നമ്മുടെ 19th ബാച്ചിലെ മറ്റു മെമ്പേഴ്സിന്റെ അവതരണങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ. ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ.